നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ നിരവധി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ പ്രതിഷേധവുമായി പലയിടങ്ങളിലും എത്തി. അവരെയൊക്കെ സംരക്ഷിക്കുക എന്ന വ്യാജേന DYFI ഗുണ്ടകളും പോലീസും ചേർന്ന് പലയിടത്തും മർദ്ദിച്ചു. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം പാതിരാത്രി വരെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും MLAമാരും ഈ മർദ്ദനത്തിനും ഈ ഒരു പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് ഹൈബി ഈഡൻ MP അടക്കമുള്ള ആളുകൾ അന്ന് പ്രതികരിച്ചത്. അന്ന് 2 മണിയോടെ അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തതിന് ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത്. കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവരെ പൂർണ്ണമായി ഈ ഒരു നവകേരള സദസ്സിൻ്റെ പല വേദികളിലും വിലക്കിയിരുന്നു. അത് കരിങ്കൊടി പ്രതിഷേധത്തിന് സമാനമാണ് എന്നാണ് മുഖ്യമന്ത്രിയും കൂട്ടരും കരുതിയത്. മുഖ്യമന്ത്രി നേരത്തെ പങ്കെടുത്ത ചടങ്ങിലൊക്കെ തന്നെ കറുപ്പ് വേഷം ധരിച്ചുകൊണ്ട് ആരും എത്തരുത് എന്ന് പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നു. കറുപ്പ് വേഷം ധരിച്ച പലരെയും കരുതൽ തടങ്കലിലെടുത്ത നടപടിയും ഉണ്ടായി. ഇപ്പോൾ ഇതാ ഒരു സ്ത്രീ കറുത്ത വേഷം ധരിച്ച് കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിൻ്റെ സമീപം എത്തിയതും അവരെ കസ്റ്റഡിയിലെടുത്ത് 7 മണിക്കൂറോളം സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തിയതും ഒക്കെ തന്നെ ചർച്ചാ വിഷയമാകുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൻ്റെ യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ച് എത്തിയതിന് പോലീസ് മണിക്കൂറുകൾ അന്യായമായി തടവിൽ വെച്ചു എന്നാരോപിച്ചാണ് പത്തനാപുരം തലവൂർ സ്വദേശിനി L. അർച്ചന നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് ഒരാഴ്ച കഴിഞ്ഞ് ഹർജി പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഡിസംബർ മാസം 18-ന് രണ്ടാലുംമൂട്ടിൽ ഭർത്തൃമാതാവിനൊപ്പമാണ് ഹർജിക്കാരി യാത്ര കാണാനായി കാത്തുനിന്നത്. ഹർജിക്കാരിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക ഭാരവാഹിയാണ്. ഹർജിക്കാരി പ്രതിഷേധിക്കാൻ നിൽക്കുകയാണെന്ന തെറ്റായ വിവരത്തെ തുടർന്ന് പോലീസ് അർച്ചനയെ കസ്റ്റഡിയിലെടുത്തു. 11:30-യോടെ കുന്നിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി 6:30-യോടെയാണ് വിട്ടയച്ചതെന്ന് ഹർജിക്കാരി ആരോപിക്കുന്നു. പ്രതിഷേധിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ടും പോലീസ് കേട്ടില്ലെന്നും താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും ഹർജിയിൽ അർച്ചന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ തനിക്കുണ്ടായ മാനസിക വിഷമത്തിനും തൻ്റെ കുട്ടികൾക്കുണ്ടായ മാനസിക വിഷമത്തിനും പരിഹാരം തേടിയാണ് അർച്ചന ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തൻ്റെ കുട്ടികളുടെ കൂട്ടുകാർ പ്രതിയുടെ മക്കളെന്ന് വിളിച്ച് കളിയാക്കുന്നു എന്നും അർച്ചന പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള നടപടികൾ ഇനി ആവർത്തിക്കരുത് എന്ന് കരുതി തന്നെയാണ് താൻ നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നും അർച്ചന പറയുന്നു.